സാധു കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്ന ഒരു ഉപദേശി എഴുതിയത്. ഈ ഉപദേശിക്ക് 3 മക്കളുണ്ടായിരുന്നു. ഒരു ദിവസം ഉപദേശി വീട്ടിൽ വന്നപ്പോ 9 വയസ്സ് പ്രായമുള്ള കൊച്ചിന് പനിയ. ചെറിയ ചെറിയ പച്ചില മരുന്നുകളൊക്കെ കൊടുത്തു. പനി മാറിയില്ല, മറിച്ച് പ്രാണൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പ്രാണൻ നഷ്ടപ്പെട്ടു പോയ തന്റെ പൊന്നോമന മകന്റെ ശരീരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പകച്ചു നിൽക്കാണ് ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അവന്റെ പ്രിയപ്പെട്ടവർ വന്ന് ഈ കൊച്ചിനെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ച് വെള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ശവമഞ്ചത്തിലേക്ക് ഇങ്ങനെ കിടത്താൻ കൊണ്ടുവന്നപ്പോ ഈ ഉപദേശി പറഞ്ഞു, കിടത്താൻ വരട്ടെ, അവനെ എൻ്റെ കയ്യിലേക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ എടുക്കുന്നുവോ അതേപോലെ തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ അവിടെ ചമ്രം പടിഞ്ഞിരുന്ന തൻ്റെ ചേതനയേറ്റ കുഞ്ഞിൻ്റെ ശരീരം ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് അന്ന് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനതെടുത്ത് ഹല്ലേലൂയ പാടും. ആ സമയത്ത് അവൻ്റെ കയ്യിലിരിക്കുന്നത് തൻ്റെ പൊന്നോമന മകൻ്റെ പ്രജ്ഞയറ്റ മരിച്ച മരവിച്ച ശവശരീരം. അതിങ്ങനെ കയ്യിലെടുത്തിട്ട് അവൻ പറയാ, ഞാൻ ഹല്ലേലൂയ പാടാം. കാരണം എന്താ? അവൻ ഉറപ്പായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് പ്രാർത്ഥന. അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും.